ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഞാൻ ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ട് ഞങ്ങളിരിക്കുവാണേ. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. ഞാൻ കാണാറില്ല അങ്ങനെ. സത്യത്തിൽ ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ കാരണം രേണു പങ്കെടുക്കുന്നതായിരുന്നു, രേണു സുധി പങ്കെടുക്കുന്നതായിരുന്നു മാത്രമാണ് ഞാൻ കണ്ടത്. കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രേണു സുധി അവർ തന്നെ അങ്ങ് ഔട്ടായി, അവർ തന്നെ പോകുമെന്ന് പറഞ്ഞ് പോയി. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിനും അനീഷും ഉള്ളതിൻ്റെ പേരിലാണ് ഈ ബിഗ് ബോസ് കാണാൻ താല്പര്യം ഉണ്ടായത്. അങ്ങനെ കണ്ടു. പക്ഷേ ഇതിനകത്ത് ഒരു അർഹതയില്ലാത്ത അനുമോൾക്കാണ് കപ്പ് കിട്ടിയത്, ഫസ്റ്റ് അടിച്ചത്. അതിൽ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിനകത്ത് എന്തെല്ലാം കണ്ട പ്രേക്ഷകർ ഇഷ്ടം പോലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ അതിനകത്ത് ആർക്കാ കിട്ടുന്നത് എല്ലാവർക്കും സ്പഷ്ടമായിട്ടും അറിയാതെ അതെങ്ങനെ ഏത് വഴി ആ ഫസ്റ്റ് അനുമോൾ അടിച്ചെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അവളുടെ കാട്ടിക്കൂട്ടിയ മെനകളും എന്തെല്ലാം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പിന്നെ ഇതുപോലൊക്കെയുള്ള പോക്കൃത്തരം കാണിച്ച് ഇങ്ങനത്തെ പ്രോഗ്രാം കാണിച്ചിട്ട് എന്തിനിങ്ങനെ കപ്പ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിത്വമുള്ള ഒരാൾക്ക് കൊടുക്കാം. അതിനകത്ത് അർഹതയുള്ളത് അനീഷിനായിരുന്നു, അനീഷ് അല്ലെങ്കിൽ നിവിൻ. ഇത് ഈ അനുമോളെ കഴിഞ്ഞും എത്രയോ കഴിവുള്ളവരും എത്രയോ അർഹതപ്പെട്ടവരും ഔട്ടായിപ്പോയി. ജിസേൽ ഈ അനുമോളെ കഴിഞ്ഞും ബെറ്ററായിരുന്നു. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പ്രോഗ്രാം. ഞാൻ മെയിൻലി ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമേ ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ശബ്ദം ചെയ്തേക്കണം. ഞാൻ ആദ്യം അവസാനമായിട്ട് മുമ്പ് ഞാൻ ഒരെണ്ണം കണ്ടത് പതുക്കെ വെച്ച് നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഈ സീസൺ 7 ആണ് കാണുന്നത്. അത് രേണുസുതി ഉള്ളതിൻ്റെ പേരില്ല. രേണുസുതി എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവരെ വലിച്ചു കയറി എല്ലാവരും ഒട്ടിച്ച ആ മാതിരി ഒരു വിധവ എന്ന ആയ പോയതിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിക്കാവുന്നതും അവരെ കളിയാക്കാവുന്നതും ആയ അവർ സഹിക്കാവുന്ന പരമാവധി സഹിച്ച അവർ എതിർത്ത് നിന്ന് നല്ല ഫൈറ്റ് ചെയ്ത് വന്നൊരു സ്ത്രീയായിരുന്നു അവർ. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു, മനസ്സിലായില്ലേ? അതിൻ്റെ പേര് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇത് കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനീഷ് ഉള്ളതിൻ്റെ പേരിലും നിവിൻ ഉള്ളതിൻ്റെ പേരിലുമാണ് ഞാനിത്, പിന്നെ ആര്യ, പിന്നെ ജിസയിൽ, ഇവരൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനിത് കണ്ടത്. പക്ഷേ വന്ന് നിന്നത് എവിടെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. എനിക്ക് ഇത് കണ്ട് ഇങ്ങോട്ട് ഇരിക്കുന്നതിൻ്റെ ഇതിലാണ് എനിക്കൊരു ഭയങ്കര സ്പിരിറ്റ് മാതിരി സംസാരിക്കും. എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് തോന്നുന്നു സത്യത്തിൽ. അത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടോ, വേറെ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കായിരുന്നു അത് അർഹതപ്പെട്ട ആരായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഈ വീഡിയോയുടെ താഴെ കേട്ടോ.